ഗുഡ് മോർണിംഗ് എവരിബഡി. പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. നമ്മളിന്ന് പരിശുദ്ധാത്മ നദിയെ പറ്റിയാണ് പഠിച്ചത്. ആ നദി നമ്മൾ വന്നാൽ നമ്മൾ സ്നേഹ നദിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കും. എവിടെ പോയാലും സ്നേഹം, സമാധാനം, സന്തോഷം ഇതെല്ലാം നമ്മൾ വിതയ്ക്കുന്നവരാകും. നമ്മുടെ കയ്പെല്ലാം മാറും, നമ്മുടെ ദേഷ്യം മാറും. വേർ ദർ ഇസ് ഹേറ്റഡ് യു ആർ ഗോയിങ് ടു സോ ലവ്. അങ്ങനെയാണ്. പീസ്ലെസ് എവിടെയാണ് ക്വാറലുള്ളത് അവിടെ സമാധാനം വിതയ്ക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ ഗുണലക്ഷണങ്ങൾ. അപ്പം നമ്മൾ ഇന്നലെ കണ്ടു വി ആർ എ റിവർ. പറ, ഞാനൊരു നദി ആണ്, ഞാൻ കർത്താവിന് വേണ്ടി ഞാൻ ഒഴുകും, ഞാൻ എവിടെ പോയാലും ഒഴുകും എന്ന് റെവലേഷൻ 22:1 ആൻഡ് ഹി ഷോഡ് മീ എ പ്യോർ റിവർ ഓഫ് വാട്ടർ ഓഫ് ലൈഫ് ക്ലിയർ ആസ് ക്രിസ്റ്റൽ പ്രൊസീഡിങ് ഫ്രം ദ ത്രോൺ ഓഫ് ഗോഡ് ആൻഡ് ഓഫ് ദ ലാംബ്. ഇത് യോഹന്നാന്, അപ്പോസ്തലനായ യോഹന്നാന് പത്മോസ് ദ്വീപിൽ കൊടുത്ത റെവലേഷനാണ്, വെളിപ്പാടുകളാണ്. വരാനിരിക്കുന്ന ന്യൂ ജെറുസലം, അതായത് സ്വർഗത്തിലുണ്ട് നദി കേട്ടോ. നല്ല ക്രിസ്റ്റൽ ക്ലിയറാണ് അവിടുത്തെ വെള്ളം. സ്ഫടികം പോലെയാണ്, സ്ഫടിക തുല്യമാണ്. നമ്മുടെ മുഖമെല്ലാം കാണാം, ലൈക്ക് എ മിറർ ഇറ്റ് ഈസ്. അങ്ങനെ പ്രൊസീഡ് ചെയ്യുന്നുണ്ടെന്ന്. ഇവിടുത്തെ റിവർ സാംസ് 46:4 46 സംഗീതത്തിൽ 4-ാം വാക്യത്തിലുണ്ട്. ദർ ഇസ് എ റിവർ ഹൂ സ്ട്രീം ഷാൽ മേക്ക് ഗ്ലാഡ് ദ സിറ്റി ഓഫ് ഗോഡ് എന്ന്. സോ ദൈവത്തിൻ്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്ന ഒരു നദിയാണ് പരിശുദ്ധാത്മാവിന്റെ നദി. ദ ഹോളി പ്ലേസ് ഓഫ് ദ ടാബർണക്കിൾ ഓഫ് ദ മോസ്റ്റ് ഹൈ ആണ് ആ നദിയെപ്പറ്റി പറയുന്നത്. സോ നമുക്കെല്ലാം നദി കാണുമ്പം സന്തോഷമുണ്ടോ? നദി ഒഴുകുന്ന കാണുമ്പോൾ എത്ര പേർക്ക് സന്തോഷമുണ്ട്? നദിയിൽ കുളിച്ചിട്ടുണ്ടോ? നീന്തിയിട്ടുണ്ടോ? ഞാൻ ചെറുപ്പത്തിലെല്ലാം നദി നീന്തും. അതുകൊണ്ടാണ് ഈ നീന്തലിനെക്കുറിച്ച് എസേക്കിയേൽ 47th ചാപ്റ്റർ അത് വായിക്കുമ്പോൾ വലിയ വലിയ സന്തോഷമാണ് അവിടെ. ഇവിടെ പറയുകയാണ്, എസേക്കിയേൽ ഒരു ദർശനം കാണുകയാണ്. ഒരു ടെമ്പിൾ, അതായത് ഒരു മന്ദിരം. ആ മന്ദിരത്തിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആലയമാണ്. അവൻ എന്നെ ആലയത്തിൻ്റെ പ്രവേശനത്തിങ്കിൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിൻ്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്ന ഞാൻ കണ്ടു. അവൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ദൂതൻ, ദൈവമയച്ച ദൂതനാണ്. അപ്പോൾ ആലയത്തിൻ്റെ വെള്ളം ആലയത്തിൻ്റെ വലത്ത് ഭാഗത്ത് കീഴിൽ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകിക്കൊണ്ടിരുന്നു എന്ന്. അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുവന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി വെള്ളം വലത്തുഭാഗത്തു കൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു. എന്നിട്ട് ആ പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവദൂതൻ, ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു, 1000 മുഴം അളന്നു, എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം അപ്പോൾ എവിടെയായി? നരിയാണിയോളം, അതായത് പാദത്തോളം ആയിന്ന്. പിന്നെയും അവൻ 1000 മുഴം കൂടെ അളന്നു, അപ്പോൾ എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി. വെള്ളം മുട്ടോളമായി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, എന്നെ കടക്കുമാറാക്കി. വെള്ളം അരയോളം ആയി. അവൻ പിന്നെയും 1000 മുഴം അളന്നു, അത് എനിക്ക് കടപ്പാൻ വഹിയാത്തൊരു നദിയായി. വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഒരു നദിയായി തീർന്നു എന്ന്. അവൻ എന്നോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര കണ്ടു എന്ന് ചോദിച്ചു. പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങിച്ചെല്ലുമാറാക്കി. ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു എന്ന്. സോ ഇതൊരു ആത്മീയ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. ഈ ആലയത്തിൽ ജീവജല ഇന്നലെ പറഞ്ഞല്ലോ, ദാഹിക്കുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരുവാൻ യേശു പറയുന്നു. എന്നിൽ നിന്ന് കുടിച്ചു കഴിയുമ്പോൾ അത് നീ ഒരു നദിയായി, നിന്നിലൊരു നദിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുമെന്ന്. നമ്മുടെ ഉള്ളിലാണ് അത് ഒഴുകുന്നത്. ഇപ്പോൾ ഇവിടെ പഴയ നിയമത്തിൽ എസേക്കിയേൽ കണ്ട ദർശനം പുറമേയുള്ള ആലയത്തിൽ നിന്നൊഴുകുന്ന ഒരു നദിയാണ്. ഇപ്പോൾ ആലയം ആരാണ്? ആലയം ഞാനാണ്, നീയാണ് ആലയം. കർത്താവ് വസിക്കുന്ന നമ്മുടെ ശരീരമാണ് ദൈവത്തിൻ്റെ ആലയം. ആ ആലയത്തിൽ കൂടി ഈ നദി ഒഴുകണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, ഹൃദയ കവാടത്തിൽ നിന്ന് ദൂതൻ അളക്കുമ്പോൾ എവിടം വരെ ഉണ്ടെന്ന് കാണും അല്ലേ? ചിലരുടെ നദി എത്രയാണ്? പാദത്തോളം ഉണ്ടായിരുന്നു, നരിയാണിയോളം ഉള്ളു. അത്രയും വളർച്ചയുള്ളൂ നിങ്ങൾക്ക് ആത്മീയ ജീവിതത്തിൽ. പിന്നെയും അളന്നു കഴിയുമ്പോൾ മുട്ടോളമാകും. കുറച്ചുകൂടി വചനമൊക്കെ കേട്ട്, വചനമൊക്കെ പഠിച്ച്, പ്രാർത്ഥിച്ച്, കുറച്ചൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനും നന്മ പ്രവൃത്തി ചെയ്യുവാനും ഓഫറിംഗ് ഒക്കെ കൊടുക്കുവാനും ഒക്കെ തുടങ്ങും. അങ്ങനെയാണ് മുട്ടോളമാകുന്നത്. ഇനിയും കുറച്ചുകൂടെ വചനമൊക്കെ പഠിച്ച് കൂടി ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, നമ്മൾ ലോകത്തിൻ്റെ വെളിച്ചമാകും, ലോകത്തിൻ്റെ ഉപ്പാകും. കർത്താവ് പറയുന്നതൊക്കെ അനുസരിച്ച് അങ്ങനെ നടക്കുമ്പോൾ
അരയോളം ആകും. അപ്പോഴും നമ്മുടെ ഓഫറിങ് നമ്മൾ കൊടുക്കുന്നത് ഇനി 50 രൂപയാണെങ്കിൽ 100 രൂപയാണെങ്കിൽ 500 രൂപയായി മാറും. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരുന്നതാണ്, കൊടുക്കൽ വാങ്ങൽ വിശ്വാസത്തിൽ വളരുന്നതാണ്, പ്രാർത്ഥനയിൽ വളരുന്നതാണ്, ദൈവത്തിൽ വളരുന്നതാണ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ വളരുന്നതാണ് ഈ കാണുന്നത്. അങ്ങനെ അളക്കുമ്പോൾ പാദത്തോളം പോരാ, നമുക്ക് മുട്ടോളം പോരാ, അരയോളം പോരാ. പിന്നെ 1000 മുഴ അളന്നപ്പോഴെവിടെയാണ്? നീന്തിയിട്ടല്ലാതെ നമ്മുടെ കഴുത്ത് വരെ വന്നു അല്ലേ? നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു നദിയാകുന്നു. അതാണ് ഈ പരിശുദ്ധാത്മാവിൻ്റെ നദി. എനിക്കാണെങ്കിൽ നീന്താൻ വലിയ ഇഷ്ടമാണ്. നീന്തലൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ പന്നിയരത്ത് കുറുവാക്ക എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെയാണ് എല്ലാം. ഞങ്ങൾ എന്നും കുളിക്കും. പക്ഷേ ശനിയാഴ്ച ഞായറാഴ്ചയ്ക്ക് അവധി ദിവസമാണെങ്കിൽ നീന്തൽ കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും നല്ല വടിയൊക്കെ പുളിവാറൊക്കെ എടുത്തു വച്ചിരിക്കും ചാച്ചന്, നല്ല അടിക്കാൻ വേണ്ടി. എന്ന് പറഞ്ഞാൽ ഒത്തിരി സമയം ചിലവാക്കി നമ്മൾ മറന്നു പോകും, സമയം പോലും നമ്മൾ ഓർക്കുകയില്ല. അങ്ങനെ അവിടെ മുഴുവൻ കളിച്ച് നീന്തി നമ്മൾ സന്തോഷിച്ച് അല്ലേ, കൂട്ടുകാരുമൊക്കെ ആയിട്ട് അങ്ങനെ നീന്തി കുളിക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നദിയിൽ നമ്മൾ നീന്തി കുളിക്കുമ്പോൾ എത്രയോ സന്തോഷമാണ്. പിന്നെ ഈ ലോകത്തിലെ ഇതൊന്നും പ്രശ്നമില്ലെന്നേ. ഇന്നലെ സമരിയക്കാരി സ്ത്രീയുടെ കാര്യം കേട്ടു. ആ സമരിയക്കാരി സ്ത്രീയോട് യേശു പറഞ്ഞു, സ്ത്രീയെ നീ വെള്ളം കോരുന്നു കുടിക്കുന്നു അല്ലേ? നമ്മുടെ ബോട്ടിൽ മിനറൽ വാട്ടർ, നമ്മുടെ മിനറൽ വാട്ടർ ക്യാൻ വാങ്ങിക്കും. നമ്മൾ വെള്ളം വാങ്ങിച്ച് കുടിച്ചുകൊണ്ടിരിക്കും. ചൂട് കാലത്താണെങ്കിൽ ഇനിയും കുടിച്ച് പിന്നെയും ദാഹിക്കും, പിന്നെയും കുടിക്കും, പിന്നെയും ദാഹിക്കും. ഇത് തന്നെയാണ് എൻ്റെ കുമ്പസാരം. ഞാൻ പാപം ചെയ്തു പിന്നെ കുമ്പസാരിക്കും, പിന്നെ പാപം ചെയ്യും പിന്നെ കുമ്പസാരിക്കും. അങ്ങനെയായിരുന്നു 92 വരെ അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ആ ജീവൻ്റെ ജല നദി എന്നിൽ വന്നപ്പോൾ, കർത്താവിൻ്റെ ആ ജീവജലം എനിക്ക് തന്നപ്പോൾ എൻ്റെ ദാഹം തീർന്നു. പിന്നെ ഈ ലോകത്തിലെ എല്ലാ സാധനങ്ങളും മായ എന്ന് പറയാൻ പറ്റും. ആമേൻ. നമ്മൾ ഉപയോഗിക്കും, കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഉപയോഗിക്കുക. ഇത് എൻ്റെ ഒന്നും അല്ല. ഞാൻ പറയും, ഈ ഹൗസ് ഈസ് നോട്ട് മൈൻ, ഇറ്റ് ഈസ് ഐ എം എ സ്റ്റുവേർഡ് ഓഫ് ദ കീപ്പിംഗ്. ദൈവം എന്നെ ഏൽപ്പിച്ചതാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവത്തിൻ്റെയാണ്. ഞാനും ദൈവത്തിൻ്റെയാണ്. എൻ്റെ പണവും ദൈവത്തിൻ്റെയാണ്. എൻ്റെ സമയവും ദൈവത്തിൻ്റെയാണ്. എൻ്റെ താലന്തും എല്ലാം മണിയും പണം എല്ലാം ദൈവത്തിൻ്റെതാണ്. എൻ്റെ മക്കൾ ദൈവത്തിൻ്റെതാണ്. ഭർത്താവ് എല്ലാം കർത്താവ് തന്നതെല്ലാം ദൈവത്തിൻ്റെതാണ്. അങ്ങനെ വേണം നമ്മളിവിടെ ഈ ലോകത്തിൽ അന്യനും പരദേശിയുമായിട്ട് ജീവിക്കാൻ തുടങ്ങും. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നദിയുടെ സവിശേഷത. നമ്മൾ വരുമ്പോൾ നമ്മളില്ലാതെയാകും. യേശുവേ അങ്ങോ വളരണം, ഞാനോ കുറയണം. സ്നാവ്യോവന്നാൻ പറഞ്ഞതുപോലെ നീയോ വളരണം, ഞാനോ കുറയണമെന്ന് പറഞ്ഞ് നമ്മൾ എന്നും താഴ്മയോടെ മറ്റുള്ളവരുടെ പാദങ്ങൾ കഴുകുന്ന പോലെ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരായി എണ്ണും. അതാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് യേശുവിൻ്റെ എളിമ വരും, കമ്പാഷൻ വരും, ആ കരുണ വരും, ആ സ്നേഹം വരും, യേശുവിനുള്ള എല്ലാ നന്മകളും നമ്മൾ വരും. അതിനു വേണ്ടിയിട്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് ചോദിക്കാം, കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ നദി എനിക്ക് മുട്ടോളം പോരാ, അരയോളം പോരാ, എനിക്ക് നീന്താനുള്ള എനിക്കൊരു ആഗ്രഹമുണ്ട് കർത്താവേ, കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. നീന്തിയിട്ടല്ലാതെ കടക്കാൻ വയ്യാത്തൊരു നദിയിൽ എന്നെ ഇറക്കുമാറാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഓരോരുത്തരെയും ദൈവം നിറയ്ക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ രോഗങ്ങളും മാറ്റണം, എല്ലാ വേദനകളും, എല്ലാ ദുഃഖങ്ങളും കഷ്ടതകളും ഈ വചനം കേൾക്കുന്നവർക്ക് കർത്താവ് സന്തോഷം നദി പകരണമേ എന്ന് യേശുവിന്റെ നാമത്തിൽ. ആമേൻ.